ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുക കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, സമയം രാവിലെ 4:30 മണി. 3:30 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് വൈറ്റ് ഫീൽഡ് ഹോസ്കോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അടുത്താണ് കേട്ടോ. ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ. അവിടെ വെളുപ്പിനെ 4 മണിക്ക് നല്ല അടിപൊളി ബിരിയാണി കിട്ടും. ദം ബിരിയാണി, മട്ടനും ഉണ്ട്, ചിക്കനും ഉണ്ട്. ചില സമയത്ത് മട്ടൺ മാത്രം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഇത്ര ഹൈപ്പ് വരാമെന്നുള്ളൊരു കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഫാസ്റ്റിനോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ 4 മണിക്കൊക്കെ പോയിട്ട് ബിരിയാണി കഴിക്കുക? കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു ടൈമിൽ ഇത്ര ഹെവി ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം, ഇത്ര ഹൈപ്പ് എന്താണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ റെഡിയായി, ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്, എല്ലാവരും മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. അതിനെ വരെ കുത്തിപ്പൊക്കി എണീച്ചിട്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമുക്ക് അരമണിക്കൂറാണ് ഡ്രൈവ് ഉള്ളത്. വേഗം അങ്ങോട്ടേക്ക് പോകാം. കാരണം ഇപ്പോഴേ ക്യൂ തുടങ്ങിയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് 1 മണിക്കൂറൊക്കെ എടുക്കും ക്യൂവിൽ നിന്ന് ഫുഡ് കിട്ടാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വേഗം പോയി നോക്കാം. എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഹെവിയായിട്ട് ആദ്യമായിട്ടല്ലേ, പ്രത്യേകിച്ച് ഒരു തരി വിശപ്പ് പോലും ഇല്ല. കാരണം ഞങ്ങൾ രാത്രി ലേറ്റ് ആയിട്ടൊക്കെ പോയി. അന്ന് നമ്മൾ ഓണത്തിന് പോയില്ലേ, അവിടെ നിന്ന് അവരെല്ലാവരും ഉണ്ട്. വെഡിങ് കയറിയ ഓഫീസിൽ നിന്ന് നിതീഷും വൈഫും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ഇറങ്ങാം. നമുക്കൊരു അരമണിക്കൂറുണ്ട് ഇവിടുന്ന്. വേഗം പോകാം. നമുക്ക് 16 കിലോമീറ്റർ 28 ഉള്ളൂ. ഒരു വെളുപ്പിനെ ആയതുകൊണ്ട്. ഞായറാഴ്ച ദിവസം ആകെ ഒരു അവധി ദിവസം കിട്ടുന്നത് കിടന്നുറങ്ങാറാണ് ഞാൻ പതിവ്. ഞാനാണ് വെളുപ്പിനെ പോകുന്നത്. ഇരുട്ടാണ്, ലൈറ്റ് ഇല്ല. എന്താ ലൈറ്റ് ഇല്ലാത്തതെന്നറിയില്ല. ബോർഡ് ഒരു മറച്ചു വെച്ചേക്കുവാണ്. ഭയങ്കര തിരക്കാട്ടോ, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്കൊന്ന് സൺഡേയും കൂടിയാണ്. എൻ്റെ പൊന്നെ, ഞാൻ പേടിച്ചു ഈ പട്ടി. അയ്യോ എടാ പോടാ. അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ. ഇത്രയും തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഈ വെളുപ്പാങ്കാലത്ത് ആരാണ്, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് വേറെ സ്ഥലത്തൊക്കെ, പക്ഷെ ഇവിടെ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാറുകളുടെ മേളമാണ്. പാർക്കിംഗ് കിട്ടാതെ ഫാസ്റ്റ് അറ്റത്ത് പോയിട്ട് പാർക്ക് ചെയ്തത്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി ഫുഡ് കഴിച്ചു നോക്കാം. അവർ ബിരിയാണി വാങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ലേറ്റായി. ഫാസ്റ്റിന് അവരെല്ലാം കഴിച്ചു, ഫാസ്റ്റിന് ഫ്രണ്ട്സൊക്കെ കഴിച്ചു. നമ്മൾ കഴിക്കാൻ പോകും. അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മതി ഞങ്ങൾക്ക് 3 പേർക്കെന്ന് പറഞ്ഞു. പോയി ട്രൈ ചെയ്യാം. അവർ വാങ്ങി വെച്ചിട്ടുണ്ടായി, ഞങ്ങൾക്ക് അത് ക്യൂ വെക്കേണ്ടി വന്നില്ല. മട്ടനല്ലേ നമ്മൾ വെളുപ്പിൽ എണീറ്റിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉറങ്ങാതെ കിടന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഉറങ്ങിയില്ല, ബിരിയാണിയെ കുറിച്ച് അറിയിച്ചിട്ട് ആരും ഉറക്കം വന്നില്ല. അതാണ് അതിൻ്റെ ഗുഡ്.
നീ ഉറങ്ങിയില്ല സുറു? ബിരിയാണി എങ്ങനെയുണ്ട്? അവര് പോയി, അവര് പാവം, അവര് വാങ്ങി വെച്ച് ഞങ്ങൾക്ക് ഒരു വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു മട്ടൺ ബിരിയാണി ഉണ്ട്, ചിക്കൻ കബാബ്, നല്ല സോഫ്റ്റ് പീസാണ് അത്. നല്ല എരിവുണ്ട്. ബിരിയാണിയിൽ മട്ടൻ്റെ ഫ്ലേവർ ഇങ്ങനെ ആ റൈസിനല്ലേ, ബിരിയാണിയിലല്ല, അതായത് റൈസ് ഫുൾ ഫ്ലേവറാണ്, അതായത് ഫുൾ മട്ടൺ ഫ്ലേവർ ഇതായേക്കാം. ഇത് ഒന്നിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മട്ടണും റൈസും എല്ലാം ഒന്നിച്ചിട്ടാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. നല്ല എരിവുണ്ട്, നല്ല ഫ്ലേവർ മസാല. അടിപൊളി. എനിക്ക് സാധാരണ മട്ടൺ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല, പക്ഷെ കഴിക്കും. ഞാൻ എങ്ങനെ അറിയാം, എൻ്റെ വീട്ടിൽ ഉമ്മ വയ്ക്കുന്നത്, ഒരു ഉമ്മ വയ്ക്കുമ്പോൾ മട്ടൻ്റെ മണം ഉണ്ടാവും. എനിക്ക് ആ മട്ടൻ്റെ മണം വരുന്നത് ഭയങ്കരമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊരു തരി അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. നല്ല പീസ്, ഫുള്ള് കുറേ പീസ് ഉണ്ട് കേട്ടോ. അത് എല്ലാം നല്ല ജ്യൂസി പീസസാണ്, ടെൻഡറാണ്, സോഫ്റ്റാണ്. കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ പീസുകളാണ്. നെയ്യുണ്ട്, കുറേ ഉണ്ട്. ഒരു ബിരിയാണി വാങ്ങിയാൽ 2 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാം. ഞങ്ങൾക്ക് അധികം വിശപ്പില്ലാത്തതുകൊണ്ട് ഒരു ബിരിയാണി 3 പേർക്ക് തന്നെ അധികമാണ്. എനിക്ക് ഫീൽ ചെയ്തതേ, നമ്മളിങ്ങനെ കല്യാണ വീടുകളിൽ പോയിരിക്കുമല്ലോ, കല്യാണ വീടുകളിൽ ഇങ്ങനെ നിരന്ന ടേബിളല്ലേ, മറ്റേ അതേപോലെ എനിക്ക് തോന്നുന്നത്. കഴിക്കാനുള്ളവർ ഇരുന്നിട്ട് എണീറ്റ് പോകുന്നു. നിതീഷ് ബായ് പറയാൻ വന്നത്. അത് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. കുറേ നേരം അവർ വെയിറ്റ് ചെയ്തു. നമുക്ക് ഇറങ്ങിയപ്പോൾ ഒരു പണി കിട്ടി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റ് നെയ്ബറിന്റെ കാറ് നമ്മുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് പോയിട്ടാണ്. പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഈ വെളുപ്പിനെ പോകുന്ന പ്ലാൻ പുള്ളിക്ക് അറിയില്ലല്ലോ. പിന്നെ പുള്ളി ഈ നേരത്ത് 4 മണിക്ക് വിളിച്ചെണീപ്പിച്ച് കാറ് മാറ്റിയിട്ടാണ് ഞങ്ങൾ വണ്ടി എടുത്ത് വന്നത്. അപ്പൊ ലേറ്റ് ആയി. അപ്പോഴേക്കും ഇവര് കഴിച്ചു. പാവത്തങ്ങൾ വാങ്ങി ഞങ്ങൾക്ക് ഒരു വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ബിരിയാണി ഇവരെല്ലാവരും പറയുന്നത് മല്ലിക ബിരിയാണി ഉണ്ട് ഇവിടെ ഇതുപോലത്തെ, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലെന്നാണ്. പക്ഷേ ഹോസ്കോട്ടയിൽ ആദ്യമായിട്ട് ഈ ഒരു വെളുപ്പിനെ കഴിക്കുന്ന ബിരിയാണി കൺസെപ്റ്റ് വന്നത് ഇവരാണെന്നാണ് നിതീഷ് പറയുന്നത്. അതും 10-15 വർഷം മുൻപ്. ആ ടൈമിൽ ഈ ഒരു ബിരിയാണിയുടെ ഇതിങ്ങനെ 4 മണി തുടങ്ങിയാണെന്ന് പറയണേ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ ലോറിക്കാർ തമ്പടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്കിങ്ങനെ ലോറി ഇവിടെ തമ്പടിച്ച് അവർ വെളുപ്പിനെ പോകുമ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് പോവുകയാണ്, അങ്ങനെ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഇങ്ങനെയുള്ള ട്രഡീഷനാണ് ഈ വെളുപ്പിനെ കഴിക്കുന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം വെളുപ്പിനെ 4-4:30 ഇരുന്നിട്ട് ബിരിയാണി കഴിക്കും. മട്ടൻ കഴിക്കാത്ത ആളാണ് ഇരുന്ന് മട്ടൻ കഴിക്കണമൊക്കെ. പീസ് ഒരു രക്ഷയില്ല കേട്ടോ, സത്യമായിട്ട്. ഞാൻ മട്ടൺ കഴിക്കാത്ത ഇല്ല, മട്ടനാണെന്ന് ഫീൽ ഇല്ല എനിക്കില്ലേ. നമ്മുടെ കൊച്ചിയിലെ ഹനീഫ്ക്കാരുടെ ബിരിയാണിയുടെ ബീഫുണ്ട്, ബീഫ് ഇങ്ങനെ ഭയങ്കര ജ്യൂസി ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് പോകും. ആ സെയിം ഫീൽ എനിക്ക് തോന്നുന്നു. മട്ടനാണെന്ന് തോന്നില്ല, മട്ടനാണെന്ന് തോന്നരുത്, എനിക്ക് അങ്ങനെ വേണം കഴിക്കാൻ. അപ്പോൾ ആ സെയിം ഫീൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനാണ് ഏറ്റവും കൂടുതൽ തിന്നിരിക്കുന്നത്. വേണ്ട, അധികം കഴിക്കില്ല, 2 പിടി മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് വെച്ചടിക്കുകയാണ്. നല്ല എരിവുണ്ട്. വെള്ളം കുടിച്ച് മിക്കവാറും വയററിയും. ഞാൻ നല്ല കഴിക്കലാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. വലിയ ഡയലോഗ് അടിച്ച് വന്ന് ഇവരെന്നെ കളിയാക്കുക. നമ്മുടെ നാട്ടിലും കൂടി ഇങ്ങനത്തെ ഒരു ഇത് വന്നാൽ അടിപൊളിയായിരിക്കില്ലേ? ഈ ഒരു 4 മണിക്ക് വന്നാൽ നമ്മളെല്ലാവരും എണീറ്റ് പോവുകയും ചെയ്യും. കാര്യം നമ്മുടെ മലയാളികൾക്കും ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊരു 4 മണിക്കൊക്കെ വെളുപ്പിനെ എണീറ്റ് പോകുന്നത് വന്നാൽ അടിപൊളിയല്ലേ? പ്രത്യേകിച്ച് കൂടുതൽ സൺഡേ ആണ് തിരക്കണം. അപ്പോൾ സൺഡേ എല്ലാവരും അവധി ദിവസം, അപ്പോൾ വെളുപ്പിനെ എണീറ്റ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഓ, ഞാനും ആദ്യം ഒരു വിധം സൈഡായി ഗൈസ്. എന്താണ് ആദ്യം എരിഞ്ഞിട്ടാണോ?
ഞാനൊരു വിധം സൈഡായി, ബാക്കി ഫാസ്റ്റ് തീർക്കാം. അതും ബിരിയാണി ഞാൻ വിചാരിച്ച ഓവർ ഹൈപ്പാന്നാ ഗൈസ്. ഞാൻ വിചാരിച്ച ഓവർ ഹൈപ്പായിരിക്കും, വലിയ സംഭവം എന്നല്ല. കാര്യം 1-2 വീഡിയോസ് ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൽ അവർ പറയുന്നത് അവർക്ക് അത്ര വലിയ ഇഷ്ടമായില്ല, ചുമ്മാതെ വന്നിട്ട് വന്നു. പക്ഷേ ഇത് നല്ലായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇത് നിങ്ങൾക്ക് ഒന്ന് വന്ന് ട്രൈ ചെയ്യാം. ആനന്ദ് എന്താണ്, ആനന്ദ് ദം ബിരിയാണി. ആനന്ദ് ദം ബിരിയാണി എന്നാട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. മതി എന്ന് പറഞ്ഞിട്ട്, ഒരുപാട് മതി എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, നിങ്ങൾക്കൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവർക്കും ഓരോ ബിരിയാണി വെച്ച് വാങ്ങരുത്. 2 പേർക്ക് ഒരു ബിരിയാണി എന്നുള്ള കണക്കിൽ വാങ്ങി വേണം എന്നുണ്ടെങ്കിൽ പോയിട്ട് വേറെ വാങ്ങിയാൽ മതി കേട്ടോ. കാര്യം ഞങ്ങൾ 3 പേർ ഈ ഒരു ബിരിയാണിയാണ് കഴിച്ചത്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, നല്ലോണം റൈസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത്, അത്യാവശ്യം പീസും ഉണ്ട് അല്ലേ. അതാ വെളുപ്പിനെ ആയതുകൊണ്ട്, നിങ്ങൾക്ക് വെളുപ്പിനൊക്കെ കഴിച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് 2 പേര് ട്രൈ ചെയ്യാം. കൈയ്യടി വെച്ചേന്ന്. അത് ശരി. ഇവിടെയും ടേബിൾ ഉണ്ട് കേട്ടോ. ഇവിടെയും വലിയ ടേബിൾ ഉണ്ട്. ഇതൊക്കെ പാർക്കിംഗ്. ഇവിടത്തെ പാർക്കിംഗ് ഞങ്ങൾ വന്നപ്പോൾ ഫുള്ളായിരുന്നു. ഇപ്പോൾ ഉണ്ട്. ഇവിടത്തെ പാർക്കിംഗ് ഫുള്ളാവത് കൂടാതെ ഈ റോഡിന്റെ 2 സൈഡും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുവാണ്. നമ്മുടെ വണ്ടി ദേ കിടക്കുന്നു കേട്ടോ. ഈ റോഡിന്റെ 2 അറ്റം മുതൽ ആ അറ്റം വരെ പാർക്കിംഗാ. ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞു കേട്ടോ, ആൾക്കാരൊക്കെ കഴിച്ചു പോയി തുടങ്ങി. അവിടെ ഡെസേർട്ട് കൗണ്ടർ ആണെന്നുണ്ടല്ലോ. നമ്മുടെ ക്യാരറ്റ് ഹൽവയും ഗുലാബ് ജാമുൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണോ ചേച്ചി ബിരിയാണി കൊടുക്കുന്നത്? ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താ കൊടുക്കുന്നത്? 2 legs 260. ലെഗ് സൂപ്പ്, മട്ടന്റെ ലെഗ് സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ 260 രൂപ 2 പേർക്ക്. ബിരിയാണിയുടെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ബിരിയാണി റേറ്റ് 280. ബിരിയാണി ഒരു പ്ലേറ്റ് 280 ആണ് കേട്ടോ. മട്ടൻ താനേ ഇരിക്കെങ്കിൽ മട്ടൻ ബിരിയാണി മട്ടും. അപ്പോൾ ഇവിടെ മട്ടൻ ബിരിയാണി മാത്രമാണ് ഉള്ളത്. പിന്നെ മട്ടൻ്റെ ലെഗ് സൂപ്പ് ഉണ്ട്, അത് 2 ക്വാണ്ടിറ്റി ആയിട്ട് 260. ബിരിയാണി ഒരു പ്ലേറ്റ് 280. പിന്നെ കബാബ് 200 ഗ്രാം 120. ഇതാണ് പ്രൈസ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഡെസേർട്ട് കൗണ്ടർ ഉണ്ട്. ഞാൻ അവിടെ ഇതാണ് നമ്മുടെ കൗണ്ടർ. ഇവിടെ നിന്ന് നിങ്ങൾ പേ ചെയ്തിട്ട് അവിടെ സെൽഫ് സർവീസ് ആണ്. അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് നമുക്ക് കണ്ടോ, ഇവിടെ സെൽഫ് സർവീസ് ആണ്. ഇവിടെ ബിരിയാണി കണ്ടോ. പാർസൽ കൗണ്ടർ ഉണ്ട്, സെൽഫ് സർവീസും ഉണ്ട്. പാർസൽ കൗണ്ടറിൽ ഒരാൾ കയറിയിരിക്കുന്നുണ്ട്. $15 വർഷമോ പാരമ്പര്യം, 10 to 15 ഇയേഴ്സ് അല്ലേ. ആദ്യമായിട്ട് വന്നത് ഇവരാണെന്നാണ് നിതീഷ് പറഞ്ഞത്. തിരക്കുണ്ടോ ഗായ്സ്? ഇപ്പോഴും ഒരു കല്യാണ വീട് പോലെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നി ഒരു കല്യാണ വീട് പോലെ. അത് ഈ നിരത്തി വെച്ചിട്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നണേ അല്ലേ, സനക്കാക്കണ പോലെ ഒരാൾ. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബിരിയാണി ഇങ്ങനെ കഴിക്കാൻ വരുന്നത് ഒരു ട്രെൻഡിങ് കൂടിയാണ്. ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സും ഫാസ്റ്റ് ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പബ്ബുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് വീക്കെൻഡ്സിൽ മിക്ക ആൾക്കാർക്കും സാറ്റർഡേ സൺഡേ ഓഫായിരിക്കും. അപ്പോൾ ഇവർ സാറ്റർഡേ നൈറ്റിൽ പബ്ബിലൊക്കെ പോയി പാർട്ടിയൊക്കെ എൻജോയ് ചെയ്ത് വന്നിട്ട് ഇവർ നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. എന്നിട്ട് ഇവരങ്ങനെ അധികം ഉറങ്ങില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു നാപ്പ് എടുത്തിട്ട് ഇവർ വെളുപ്പിന് ഇവിടെ വന്ന് ഈ ബിരിയാണിയും കഴിച്ച് പോയി നല്ല ഹെവി ആയിട്ട് പോയി കിടന്ന് ഉറങ്ങും എന്ന് പറയണത്. എന്നിട്ടാണ് പിന്നെ ഒരു വൈകിട്ടാവുമ്പോൾ എണീറ്റ് ഫ്രഷ് ആയിട്ട് പിന്നെ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ പോകും. ഇതാണ് ഇവരുടെ ഇടയിൽ ഇതൊരു എന്താ പറയുക, ഒരു ട്രെൻഡിങ് ആണെന്നാണ് പറയുന്നത്.
കേട്ടിട്ട് നല്ല രസമുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇത് കഴിച്ച് പോയിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങാൻ. കാര്യം ആകെ നമ്മൾ 2 മണിക്കൂറോ അത്രേ ഉറങ്ങിയിട്ടുള്ളൂ ആകെ അല്ലേ. നമ്മൾ ലേറ്റായി കിടന്നപ്പോൾ TV കണ്ടിരിക്കുമായിരുന്നു. 2 മണിക്കൂർ ആകെ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളും ബിരിയാണി കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങാനാണ് വിചാരിക്കുന്നത്. മറ്റേ മധുരം മൂവിയിൽ പറയില്ലേ അവള്, ബിരിയാണി എന്തിനാ ഡെയിലി കഴിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇഷ്ടമെന്ന് നിൽക്കില്ല. ബിരിയാണി കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനാണ് ഇഷ്ടമെന്ന് അറിയില്ല. അതേപോലെ ബിരിയാണി കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാനാണ്. ക്യാരറ്റ് ഹൽവയും നമ്മുടെ ഗുലാബ് ജാമുൻ. ഏതാ വാങ്ങണ്ടത്? ക്യാരറ്റ് ഹൽവ വാങ്ങാം. ഗുലാബ് ജാമുൻ ഇത്ര ഹെവിയാണ്. 50 രൂപ. 50 രൂപ കുറവാണല്ലേ? എരിവ് കഴിച്ചു കഴിഞ്ഞപ്പോഴേ മധുരം കഴിക്കാൻ തോന്നുന്നു. കൊള്ളാം. അതെ, നല്ല മധുരം. ശരിക്കും ഇഷ്ടമായിരുന്നു. മുഖം ഇങ്ങനെ പോയത് ചെറിയൊരേ വെള്ളത്തിന്റെ ചൊവ്വയും കൂടി ഉണ്ട്. കുഴപ്പമില്ല. അത് പറയാനാണ് ഇങ്ങോട്ട് നീങ്ങിയെന്ന്. അതെ, അത് പറയാൻ നീങ്ങിയെന്നത്. അപ്പൊ എന്നോട് കിടന്നു. അവനിക്ക് വിഷമം ഉണ്ടാവും. നമ്മൾ എന്തിനാ അവനെ വിഷമിപ്പിക്കണേ? നല്ല മഴയായിരുന്നു രാത്രി. അതാ മഴയൊക്കെ പെയ്ത്. ഇപ്പൊ തുടങ്ങിയ മഴയാണെന്ന് അറിയാം എനിക്ക്. വൈകിട്ട് ഒരു 7 മണി 8 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പൊ ഞങ്ങൾ വരുന്നവരെ പൊടിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഫുൾ ചെളി വെള്ളമൊക്കെ ഇവിടെ. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. കാലാവസ്ഥ മാറുമല്ലേ, ഒക്ടോബറിലോട്ടായി. ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെയൊക്കെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. ഗൈസ്, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ വീക്ക്ലി 3 ദിവസം ആകെ ഉള്ളൂ. സൺഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ. ഈ 3 ദിവസം വന്നാലേ കിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാൻ മറന്നുപോയി. ഇവിടെ വന്നപ്പോൾ നല്ല വലിയ ബോർഡിൽ അത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തു. ഇത് ഈ പുള്ളിയാണോ ആനന്ദ്? ആയിരിക്കും. ഗൈസ്, നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഒരു ബിരിയാണിയും കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോണ സമയമായി. സമയം എത്രയായി? 6 മണിയായിട്ടുള്ളൂ. 6 മണിയായപ്പോൾ ഞങ്ങൾ ബിരിയാണിയും കഴിച്ചു. ആ ഹോട്ടലൊക്കെ ഒന്ന് അവിടെ എങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് ചുറ്റിയും കണ്ടു. ഇതാ ഇങ്ങനെ വെറുതെ നിൽക്കുക. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഒരു ദിവസം ഫുള്ളിങ്ങനെ കിടക്കുക, പോയി കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ ഉറക്കം വരുന്നില്ല, പക്ഷെ ഉറക്കം വരുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നോർമലി നമുക്ക് ബിരിയാണി കഴിച്ചാൽ അങ്ങനെയാണല്ലോ, ബിരിയാണിയുടെ ഒരു മത്തിൽ കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പോൾ ഇനി നേരെ പോയിട്ട് ഉറങ്ങണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഉറങ്ങാം അല്ലേ? രാവിലെ എത്ര മണിക്ക് അലാറം വെച്ചാൽ മതി? 3:30. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ അടിച്ചിട്ടുണ്ടായി. എത്ര മണിക്കാ? 3:30. അവൻ ആ അലാറം അടിച്ചപ്പോ ഒറ്റയ്ക്ക് എണീറ്റ് വന്ന് ഞങ്ങളെ വിളിച്ചെണീപ്പിച്ച് കൊണ്ടുവന്നത് അവനാ. അപ്പോ പ്രൗഡ് ഓഫ് യു മൈ ബോയ്. അപ്പൊ അവൻ ഓക്കെ വെൽ ഡൺ മൈ ബോയ്. അപ്പൊ ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ച് ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. പോയി കിടന്ന് ഉറങ്ങണം. ഞങ്ങൾ 3 പേരും കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ സാറ്റർഡേ ഒക്കെ ആയിരുന്നില്ലേ, സിനിമയൊക്കെ കണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇനി വീട്ടിലേക്ക് പോയി കിടന്ന് ഉറങ്ങണം. അപ്പം ബിരിയാണി എങ്ങനെ ഉണ്ടായി? ആദ്യം നല്ല ഇഷ്ടമായ? ആദ്യം ഇഷ്ടമായി. എനിക്ക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ കുപ്പി മാറ്റി വെച്ചു. എനിക്കും ഇഷ്ടമായി. ഹൈപ്പിന് അനുസരിച്ചൊരു എന്താ പറയുക, വർത്ത് ദ ഹൈപ്പ് ആണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായി. നമുക്ക് വന്ന് ട്രൈ ചെയ്യാവുന്നത് തന്നെയാണ്. മോർണിംഗ് ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലേ. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി അല്ല കേട്ടോ. ഇപ്പോൾ നാട്ടിലെ ബിരിയാണി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. എനിക്കും നാട്ടിലെ ബിരിയാണി വെച്ച് നോക്കിയാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് എനിക്കിഷ്ടം. ഇത് ഒരുമിച്ചിട്ടിട്ടല്ലേ. നോർമലി ചിലവർക്ക് മസാലയും അരിയും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുന്നത് ഇഷ്ടമാവത്തില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തവണ ട്രൈ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യുക. ആനന്ദ് ദം ബിരിയാണി, ഹൊസ്കോട്ടെ. ആദ്യമായിട്ട് ഇവിടെ ഈ ഒരു ബിരിയാണി കൺസെപ്റ്റ് 4 മണിക്ക് കൊണ്ടുവന്നത് ഇവരാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ചെക്ക് ചെയ്യുക, വരിക. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.